ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത. പ്രജ്വൽ രേവണ്ണ വിവാദ നായകൻ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ വലിയ വിവാദ മോസ്റ്റ് കോൺട്രോവേഴ്ഷ്യൽ ഫിഗർ ഹസനിൽ പ്രജ്വൽ രേവണ്ണ എച്ച് ദേവഗൌഡയുടെ കൊച്ചുമകൻ ലീഡ് ചെയ്യുന്നു. എനിക്ക് വേണ്ടി പ്രജ്വലിന് നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് മോദി പറഞ്ഞപ്പോൾ ഈ ക്രിമിനലിന് വേണ്ടിയിട്ട് ഈ വിവാദ നായകന് വേണ്ടിയാണോ വോട്ട് എന്ന് കോൺഗ്രസ് തിരിച്ചു ചോദിച്ചു. പ്രജ്വൽ രേവണ്ണ ലീഡ് ചെയ്യുന്നു. കുമാരസ്വാമിയും പ്രജ്വൽ രേവണ്ണയും അവിടെ കർണാടകയിൽ 13 കോൺഗ്രസ് 4. കർണാടകയിൽ ഒരു BJP തരംഗത്തിന്റെ സൂചനകളാണ് ലഭ്യമാവുന്നത്. ജെഡിഎസിന് 2 സീറ്റുകൾ യുപിയിൽ 16 ഇന്ത്യ സഖ്യത്തിന് യുപിയിൽ 16 UDF 12 LDF 8. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ പുറകിൽ പോയിരിക്കുന്നു. ശശി തരൂർ 58 വോട്ടിന്. ഉത്തർപ്രദേശിൽ BJP സഖ്യം 44-ഉം ഇന്ത്യ സഖ്യം 20-ഉമാണ്. ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധിയെ സ്റ്റാർ ക്യാമ്പയിനറാക്കി അഖിലേഷ് യാദവ് നടത്തിയ SP-യുടെ പ്രചാരണ തന്ത്രങ്ങൾക്ക് ഉത്തർപ്രദേശിൽ ഈ ആദ്യഘട്ടത്തെങ്കിലും മികച്ച പ്രതികരണം ഉണ്ടാകുന്നു എന്നതിന്റെ സൂചനകൾ. പക്ഷേ 44-20 സീറ്റ് UPയിൽ കിട്ടുന്നുവെങ്കിൽ അത് ദേശീയ തിരഞ്ഞെടുപ്പ് ഫലത്തെ നിർണായകമായി തന്നെ സ്വാധീനിക്കും. 228-125. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം സകലനും വിട്ടുകൊടുത്തിട്ടില്ല. ഉത്തർപ്രദേശിൽ ശക്തമായ പോരാട്ടം എന്ന ഫലസൂചന. കേരളത്തിൽ ലീഡ് നില മാറി മറിഞ്ഞോ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? UDF 12 സീറ്റുമായി ഇപ്പൊ മുന്നിലെത്തിയിരിക്കുന്നു. LDF 8-ലേക്ക് താന്നു. അതായത് ചാലക്കുടിയിൽ UDF മുന്നേറുന്നു. അതുപോലെ തന്നെ മറ്റു ചില മണ്ഡലങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട്. കണ്ണൂരിലും കാസർഗോഡും മാറ്റമില്ല. ആറ്റിങ്ങൽ UDF തിരിച്ചു വന്നു. 108 വോട്ടുകൾക്ക് ഇപ്പോൾ UDF. തിരുവനന്തപുരവും തിരിച്ചു പിടിച്ചാണ് 12-ലേക്ക് UDF ലീഡ് നില ഉയർത്തിയത്. ശശി തരൂർ മുന്നിലെത്തി. യെസ്, മാധു പറഞ്ഞു ശരിയാണ്. ശശി തരൂർ മുന്നിലെത്തിയിരിക്കുന്നു. തിരിച്ച് 36 വോട്ടുകൾക്ക്. നമ്മളിനി കാണേണ്ടത് 8:30 ആയിരിക്കുന്നു. ഇനി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള കൗണ്ടുകൾ വന്നു തുടങ്ങും. ഇപ്പോഴുള്ളത് പൂർണ്ണമായും പോസ്റ്റൽ ബാലറ്റുകളാണ്. ആലത്തൂരിലും പാലക്കാട്ടും ഇടതുമുന്നണി മുന്നിലെത്തുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ വളരെ നിർണായകമാണ്. രമ്യ ഹരിദാസും ശ്രീകണ്ഠനും ഈ ഘട്ടത്തിൽ പുറന്തള്ളപ്പെടുന്നു. വരാനിരിക്കുന്നു അവസാന നിമിഷം വരെ വോട്ടെണ്ണൽ. ആർക്കൊപ്പം ആര് കാത്തിരിക്കേണ്ടി വരും. ഗാന്ധിനഗറിൽ അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ഗാന്ധിനഗറിൽ, ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ സിറ്റിംഗ് MPയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ മുന്നിട്ട് നിൽക്കുന്നു. പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിന്റെ ലീഡ് ഇതുവരെയും പോയിട്ടില്ല. 90 വോട്ടുകൾക്ക് ഇപ്പോൾ പത്തനംതിട്ടയിൽ തോമസ് ഐസക് ലീഡ് ചെയ്യുന്നു എന്ന ഏറ്റവും പുതിയ വാർത്ത വരുന്നു. അതേസമയം ഇടുക്കിയിലാണ് കൗതുകകരമായ കാര്യം. 3168 വോട്ടിലേക്ക് 3168 തെരഞ്ഞെടുപ്പ് തുടങ്ങും മുമ്പേ NDA ആദ്യ സീറ്റ് നേടിയ ഗുജറാത്തിൽ ഇപ്പോൾ പുതിയ 20 സീറ്റുകളുടെ ഫലം സൂചനകൾ പുറത്തു വരുമ്പോൾ കോൺഗ്രസ് ഒരിടത്ത് മുന്നിൽ. വളരെ അമ്പരപ്പിക്കുന്നു. ഗുജറാത്തിലെ ഈ ഒരു സീറ്റ് പോലും പ്രധാനമാണ്. സംസ്ഥാനത്ത് 11 സീറ്റുകളിൽ UDF 8 സീറ്റുകളിൽ LDF. രാജീവ് ചന്ദ്രശേഖർ വീണ്ടും മുന്നിൽ വന്നിരിക്കുന്നു തിരുവനന്തപുരത്ത്. NDA 272 നാമാന്ത്രിക സംഖ്യയിലേക്ക് ആദ്യം തൊടാൻ പോകുന്നു. പല സൂചനയിൽ 256. തെലങ്കാനയിലെ ഹൈദരാബാദ് മണ്ഡലത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. MIM നേതാവ് അസസുദ്ദീൻ ഒവൈസി അവിടെ എത്രയോ നാളുകളായി, എത്രയോ വർഷങ്ങളായി സിറ്റിംഗ് MP. നമ്മൾ നേരത്തെ പറഞ്ഞ ബറാംപൂരില് ബംഗാളിൽ അവിടെ അധീർ രഞ്ജൻ ചൗധരിയാണ് മുന്നിൽ യൂസഫ് പട്ടാനേക്കാൾ. ആദ്യ ഓവറിൽ സ്വിംഗ് കൂടുതൽ അധീർ രഞ്ജൻ ചൗധരിക്കാണ് എന്ന് നമുക്ക് വിലയിരുത്താം. അതുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല യൂസഫ് പട്ടാനെ. 14 ഇന്ത്യ മുന്നണി ലീഡ് പിടിച്ചിരിക്കുന്നത് എന്നത് പ്രധാനമാണ്. ഏകപക്ഷീയമായി ഇന്ത്യക്കൊപ്പം എന്ന എക്സിറ്റ് പോളുകൾ വിജയിച്ച മഹാരാഷ്ട്രയിൽ 14 ഇന്ത്യ മുന്നണി. പശ്ചിമബംഗാളിൽ TMC മുന്നിലാണ് കേട്ടോ. ആ 10 സീറ്റിലാണ് TMC മുന്നേറുന്നത്. BJP 7 സീറ്റിലും. വിട്ടുകൊടുക്കില്ല അങ്ങനെ സ്വന്തം കോട്ട എന്ന ദീദിയുടെ പ്രഖ്യാപനം. അതിനൊപ്പം നിൽക്കുമോ പശ്ചിമ ബംഗാൾ എന്നത് കണ്ടറിയേണ്ടതുണ്ട്. ഇതാ കേരളത്തിലെ ലീഡ് നില. പ്രേക്ഷകർ ശ്രദ്ധിക്കൂ. 12-8 എന്നുള്ള നിലയിൽ UDF 12, LDF 8. തിരുവനന്തപുരത്ത് ശശി തരൂർ 26 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ആറ്റിങ്ങൽ അടൂർ പ്രകാശ് 108 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കൊല്ലത്ത് M മുകേഷ് 473 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. പത്തനംതിട്ടയിൽ TM തോമസ് ഐസക് 90 വോട്ടിന് ലീഡ് ചെയ്യുന്നു. മാവേലിക്കരയിൽ C അരുൺകുമാർ 42 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ആലപ്പുഴയിൽ KC വേണുഗോപാൽ 41 വോട്ടിന് ലീഡ് ചെയ്യുന്നു. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് 843 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുമ്പോൾ ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിൽ 3099 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. ഹൈബിയുടെ എറണാകുളത്ത് 202 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ 98 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. തൃശൂരിൽ VS സുനിൽകുമാർ 126 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ആലത്തൂരിൽ K രാധാകൃഷ്ണൻ 12 വോട്ടിന് ലീഡ് ചെയ്യുന്നു. പാലക്കാട് A വിജയരാഘവൻ 23 വോട്ടിന് ലീഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ അബ്ദുൽ സമദ്
മുഹമ്മദ് സമദാനി പൊന്നാനിയിൽ 674 വോട്ടിന് ലീഡ് ചെയ്യുന്നു. മലപ്പുറത്ത് UDF ലീഡ് ചെയ്യുകയാണ്. ഇ ടി മുഹമ്മദ് ബഷീർ 738 വോട്ടുകൾക്ക്. കോഴിക്കോട് NK രാഘവൻ 315 വോട്ടുകൾക്ക്. വയനാട്ടിൽ രാഗ 828 വോട്ടുകൾക്ക്. ഷാഫി പറമ്പിൽ 38 വോട്ടിന്. വടകരയിൽ MV ജയരാജൻ 153 വോട്ടിന്. കണ്ണൂരിൽ കാസർഗോഡ് MV ബാലകൃഷ്ണൻ 94 വോട്ടിന്. ഈ കണക്കിൽ ഒരൊറ്റ സംഗതിയേ ഉള്ളൂ. ഇടുക്കിയിൽ 3099 വോട്ടുകൾ കിട്ടി കുര്യാക്കോസ്. വീണ്ടും NDA ലീഡ് എടുത്തിരിക്കുന്നു തിരുവനന്തപുരത്ത്. ഒന്ന് പറഞ്ഞു തീരുമ്പോഴത്തേക്ക് ആദ്യ സുജകത പിന്നിൽ പോയിരിക്കുന്നു. സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ വീണ്ടും BJP പിന്നിൽ പോയിരിക്കുന്നു തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിലെ 28 സീറ്റുകളുടെ സൂചനകൾ വരുമ്പോൾ 25-ലും DMK 2, 1 NDA. അഭിലാഷ ഒരു കാര്യം വടകരയിൽ ഷാഫി ലീഡ് ചെയ്യും എന്ന് ഇന്നലെ അഭിലാഷ് പറഞ്ഞു ആദ്യ റൗണ്ടിൽ. പക്ഷേ ഇത്രയും ലീഡ് മതിയോ? ഇത് നമുക്ക് ബാലറ്റിലെ കൗണ്ട് ആണ്. EVM-ലെ കൗണ്ട് ഷാഫിക്ക് 2 റൗണ്ട് കഴിയുമ്പോൾ 5000-ന് മുകളിലുള്ള വലിയ ലീഡാണ്. വടകരയിലും കോഴിക്കോട്ടും EVM എണ്ണി തുടങ്ങി. തപാൽ ബാലറ്റ് കണക്കിലെടുത്താൽ തരംഗത്തിന്റെ അല്ല, ഒരു 3000 വോട്ടിന്റെയാണ് അവരുടെ ഒരു ബേസിക് ഡിഫറൻസ് വരുന്നത്. അവിടെ വെച്ചാണ് ഈ പോരാട്ടം നടക്കുന്നത് എന്നത് പ്രധാനമാണ്. സാധാരണഗതിയിലുള്ള പൊളിറ്റിക്കൽ വോട്ടിന്റെ ഡിഫറൻസ് അത്രയേ ഉള്ളൂ. അവിടെ വെച്ചുകൊണ്ടുള്ള കട്ടയ്ക്ക് പോരാട്ടം ഇത്തവണ വടകരയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. തപാൽ ബാലറ്റ് കണക്കിലെടുത്താൽ ഇവിടുത്തെ കാറ്റാണ് കാറ്റ് എന്ന് ഒരൊറ്റ മണ്ഡലത്തിലെ പറയാൻ കഴിയൂ. ഡീൻ മാത്രമാണ് തപാൽ വോട്ടിൽ തുടക്കം മുതൽ ഇതേവരെ 1000-ൽ നിന്ന് 2000-ലേക്ക്, 2000-ൽ നിന്ന് 3000-ലേക്ക് ലീഡ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ കാറ്റാണോ കാറ്റ്? അല്ല ഷൈജു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ തവണത്തെ പോലെ അല്ല തപാൽ വോട്ട്. ഇത്തവണ അതിലേക്ക് കൂടുതൽ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മണ്ഡലത്തിലെ അതൊരു ക്രോസ് സെക്ഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാവുന്നതാണ്. പ്രായമുള്ള ആളുകൾ, രോഗികൾ, അങ്ങനെയുള്ള പല ആളുകളും, അതായത് അവിടെ പോയി പോളിംഗ് ബൂത്തിൽ പോകാൻ കഴിയാത്ത തരത്തിലുള്ള ഭിന്നശേഷിക്കാരായുള്ളവർ, ഇങ്ങനെ പല ആളുകളും ചേരുമ്പോൾ ഇതൊരു വലിയ സമൂഹമായി മാറുന്നു ഈ തപാൽ വോട്ടുകൾ. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു സൂചനയായി നമുക്ക് എടുക്കാവുന്നതാണ്. അബ്സല്യൂട്ട്ലി ക്രോസ് സെക്ഷനാണ്. തെലങ്കാനയിലും പഞ്ചാബിലും കോൺഗ്രസിന് നല്ല മേൽക്കൈ ഉണ്ടാവുന്നു എന്നതിന്റെ സൂചനയുണ്ട്. 257, 139 കേവല ഭൂരിപക്ഷം. 272 സീറ്റാണ് NDA. 272 സീറ്റിലേക്ക് അടുക്കുമ്പോഴും ചില സംസ്ഥാനങ്ങളിൽ അപ്രതീക്ഷിതമായ പോരാട്ടമുണ്ട്. മധ്യപ്രദേശിൽ 6-3, 6 BJP, 3 കോൺഗ്രസ്. കഴിഞ്ഞ തവണ ഒരേ ഒരു സീറ്റിലാണ് മധ്യപ്രദേശിൽ കോൺഗ്രസ് ജയിച്ചത്. ചിന്തുവാണ് മാത്രം. നകുൽനാഥ്, കമൽനാഥിന്റെ മകൻ മത്സരിച്ച് ജയിച്ച ഒരൊറ്റ സീറ്റ്. അവിടെ 3 ലീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ലീഡാണെന്ന് ഞാൻ പറയും. രാജസ്ഥാനിൽ, മധ്യപ്രദേശിൽ പക്ഷെ അതേ നേട്ടം കോൺഗ്രസിന് കർണാടകയിൽ ഇനിയും കഴിഞ്ഞിട്ടില്ല. മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിന് മുന്നേറ്റമുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ. പക്ഷേ BJP-യുടെ ലോക്സഭാ സീറ്റുകളാണ്. അവിടെ എന്തെങ്കിലും സാധിക്കുമെന്ന പ്രതീക്ഷ. 15 വലിയ ആത്മവിശ്വാസമായി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും കിട്ടുന്ന ഓരോ സീറ്റും ബോണസാണ്. EVM എണ്ണി തുടങ്ങി കേട്ടോ. എല്ലായിടത്തും EVM എണ്ണി തുടങ്ങി. കണ്ണൂരിൽ EVM എണ്ണി തുടങ്ങി, കൊല്ലത്ത് EVM എണ്ണി തുടങ്ങി, വടകര എണ്ണി തുടങ്ങി, കോഴിക്കോട് എണ്ണി തുടങ്ങി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള കൗണ്ട് എത്തുമ്പോൾ ഇതാ 270 സീറ്റുകളിൽ നരേന്ദ്രമോദിയുടെ തേരോട്ടം. 270 സീറ്റുകളിലേക്ക്. ഗുജറാത്തിൽ 2 കോൺഗ്രസ് ലീഡ് ചെയ്യുന്നുണ്ട്. 2 NDA സഖ്യം 22. പക്ഷേ 2 കോൺഗ്രസ് ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വാർത്ത. വലിയ സൂചന, വലിയ വാർത്ത അത് തന്നെയാണ്. ഗുജറാത്തിൽ പച്ച തൊടാതെ പോയ ഇലക്ഷൻ ആയിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ. അവിടെ 2 ലീഡ് ചെയ്യുന്നു ഇന്ത്യ സഖ്യം. 26 സ്വന്തം എന്ന് ഉറപ്പിച്ചെടുത്ത് 2 കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത് കോൺഗ്രസിന് ആത്മവിശ്വാസം മാത്രമല്ല, കോൺഗ്രസിന് 291. ഈ പോക്ക് 400 പാറിലേക്കാണോ അതോ വളരെ ശക്തമായി പിടിച്ചു നിൽക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയുന്നുണ്ടോ? ആദ്യത്തെ ലീഡ് നിലയിൽ ദേശീയ ജനാധിപത്യ സഖ്യം കേവല ഭൂരിപക്ഷം മറികടന്നിരിക്കുന്നു.